ഗ്യാങ് ഹൗസ് ഓൾഡ് പ്ലേസ് തന്നെയാണോ? ഇല്ലടാ ഇല്ലടാ, അങ്ങനെ ഗ്യാങ് ഹൗസ് ഒന്നും ആയിട്ടില്ല. നാരദ എച്ചപ്പ ഫ്രൈ ആക്കണ്ടെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് ഒരു സ്റ്റോറി ഇതായിട്ട് ഇട്ടതാണ്. ചെഫിന്റെ ഇതൊക്കെ ഉള്ളത് തന്നെയാണ്, ഇല്ലെന്ന് പറയാനുള്ള. അത് കൊടുക്കും, പക്ഷെ നമ്മൾ ഡിമനിലാണ് ഇപ്പൊ കളിക്കുന്നത്. ഓക്കെ, കറന്റ് ഡിമനിലാണ് ഇപ്പൊ കളിക്കുന്നത്. ഫ്യൂച്ചറിൽ ചിലപ്പോൾ എക്സലൻസ് കയറും, പറയാൻ പറ്റത്തില്ല. ബട്ട് നമ്മളിപ്പോ ഡിമനിലാണ് കളിക്കുന്നത്. സോ ഫ്രൈ എല്ലാം ഫ്രൈ ആക്കും. അത് ഒരിക്കലും നിങ്ങൾക്ക് അറിയാലോ, റിവഞ്ച് ആ രീതിയിൽ തന്നെ തീർക്കും. ഓക്കെ, അപ്പം ഗൈസ്, അപ്പം എടാ എടാ എക്സലൻസ് വേണമെന്നാണ്. എടാ നാരദാ, വരാം വരാം, ഇപ്പോഴല്ല, കുറച്ചാവട്ടെ. ഓക്കെ, റിക്രൂട്ട്മെന്റ് ഗൈസ് എടുക്കണം, പക്ഷെ നമ്മള് അതൊക്കെ ഇനി അങ്ങോട്ട് പോണ ദിവസം എടുക്കുക. എന്തായാലും ഇപ്പൊ ഇറങ്ങിയവര് മാത്രമേ ഉള്ളൂ. ഇറങ്ങിയവര് മാത്രമാണ് നമ്മൾ അവരെ വെച്ചിട്ടാണ് ഗ്യാങ് തന്നെ ഫോം ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ചടന പടന ചടന ചടന അങ്ങനെ എടുക്കത്തില്ല. എന്തായാലും എല്ലാവർക്കും ഓക്കെ ആണ്, എല്ലാം മനസ്സിലാക്കിയിട്ടൊക്കെ എടുക്കത്തുള്ളൂ. ലവ് രാണ ന്യൂ ചാപ്റ്റർ. യെസ്, ഞാൻ പറഞ്ഞില്ല ഇന്നലെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൈസ്, ഇത് ഈ ഒരു ഗ്യാങ് തുടങ്ങിയില്ലെങ്കിൽ ലൈക്ക് എല്ലാവരും ഭയങ്കര രീതിയിൽ സ്പ്ലിറ്റ് ആയി പോവും. അത് മനസ്സിലായി. അത് എനിക്ക് പോവാൻ അങ്ങനെ താല്പര്യം ഇല്ല, സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എല്ലാവരും ഒരുമിച്ച് തന്നെ കാണണം, പിന്നെ ഒരുമിച്ച് തന്നെ നിൽക്കണം, അത്രേ ഉള്ളൂ. വേറെ ഒരു ഇതും ഇല്ല, അത്രേ ഉള്ളൂ. അതാണ് മൈൻഡിൽ തന്നെ. എല്ലാവരും ഇറങ്ങിയവർ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതുകൊണ്ട്, ഇനി അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം തന്നെ ഇതായത്. ഓക്കെ, പിന്നെ ഇത്രേ ഉള്ളൂ. അതാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്. പക്ഷെ ഇനി കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇനി കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേര്, അതിനൊരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. നിങ്ങളത് മനസ്സിലാക്കണം. ഒരു വകയില്ല. അതിന് ഒന്നേന്ന് ബിൽഡ് ചെയ്യണം മൊത്തത്തില്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ പുതിയ സെർവറിലാണ് കളിക്കുന്നത്, ഡിമനിലാണ്. നമുക്ക് ഈ മണിയായിട്ട് ഈക്കോ ഇല്ല, വീടില്ല, വണ്ടിയില്ല, ഗ്യാങ് ഡ്രസ് ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒരു പേര്, നമ്മളൊരു ഫോം ലൈക്ക് ഇത് മാത്രം ഉണ്ട്. ഇനി ഒന്നേന്ന് തുടങ്ങുവാണ്, മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിന്നേ തുടങ്ങുവാണ്. സോ അത് ഭയങ്കരമായിട്ട് വലിയൊരു ചടങ്ങാണ് സത്യം പറഞ്ഞത്. ഇതിനിടയ്ക്ക് എന്തൊക്കെ വരും, എന്തൊക്കെ പ്രശ്നം വരും, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എടാ ഇവിടെ എന്താ ദാമൊക്കെ സ്പാം ചെയ്യുന്നത്? എടാ ദാമു T47 അല്ലേ കളിക്കുന്നേ, അപ്പൊ അവിടെ കളിക്കട്ടെ. നമ്മൾ എന്തായാലും ഇറങ്ങി ഇത്രയും പേരാണ്. ദാമ ഓൾറെഡി രണ്ട് സൈഡിലും ഇല്ല എന്നുള്ള രീതിയിൽ ഡിസിഷൻ എടുത്തിട്ടാണ് അവൻ T47 കയറി. അപ്പൊ ഈ സ്പാം ഇടണ്ട, മനസ്സിലായ? അവൻ ഇവിടെ വരുമോ അല്ലെങ്കിൽ എന്താണ് പ്ലാൻ എന്നൊക്കെയുള്ള രീതിയിൽ ഇവിടെ സ്പാം ഇടണ്ട. പിന്നെ സ്പീഡിന്റെ കേസ് മാത്രം എനിക്കറിയാം. അയ്യോ ബ്രോ, MD സൂപ്പർ ചാറ്റൊക്കെ ഇതിന്റെ ഇടയ്ക്ക് വന്നു, മെമ്പർഷിപ്പ് ഒക്കെ വന്ന് ഞാൻ വായിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ദി, അത് ഞാൻ വായിച്ചു. അതേപോലെ അതിനുശേഷം MDQ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദി 85 സൗദി റിയാൽ, താങ്ക് യു സോ മച്ച്. എല്ലാരും ഒന്നാണ്, അത്രേ ഉള്ളു. എല്ലാരും ഒന്നാണ്, അത്രേ ഉള്ളു. സ്പീഡ് T47 കയറിയത് ഗൈസ് ഞാൻ പറഞ്ഞില്ല, ഒന്നും കൂടി ഞാൻ പറയണം. നമ്മളിവിടെ ഇത്രയും ദിവസമായിട്ട് ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് ഒന്നിനും ഇല്ല. ഇപ്പൊ നമ്മള് കുറച്ച് പേര് ഗെയിം കളിക്കുന്നു, വേറെ ഗെയിംസ് കളിക്കുന്നു, RP ആരും ഫോക്കസ്ഡ് അല്ല. നമ്മളെല്ലാവരും തിരിച്ച് സിറ്റിസൺ RP കളിക്കുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കണ്ടല്ലേ, സിറ്റി കയറുന്ന ലൈക്ക് നമുക്ക് ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇതിൽ ഭയങ്കര ശോകമായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവൻ കയറിയത്. വൺസ് നമ്മൾ എന്തെങ്കിലും തുടങ്ങുവാണെങ്കിൽ അവൻ ലൈക്ക് അവിടെ ആക്റ്റീവ് ആയിരിക്കത്തില്ല, മനസ്സിലാവും, അവൻ അവിടെ കളിക്കത്തില്ല, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അവൻ അവിടെ ലൈക്ക് അവൻ ഇപ്പൊ നമ്മൾ തുടങ്ങി ലൈക്ക് ഇപ്പൊ ഗ്യാങ് ആയി, സോ അവൻ ഇനി അവിടെ കളിക്കത്തില്ല, മനസ്സിലായോ? അത്രേ ഉള്ളൂ. അവർ ബോറടിച്ചിരുന്നോണ്ട് കയറിയതാണ്. ബോറടിച്ചത് മാത്രമല്ല, അവന്റെ ഫ്രണ്ട്സ് സർക്കിൾ എല്ലാം അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ കളിക്കാൻ കയറിയതാണ്, മനസ്സിലായോ? അവരും ഇതല്ലേ, അവരും കളിക്കണ്ടേ, നമുക്ക് പിടിച്ചിർത്താൻ പറ്റും. ഇവിടെ കളിക്കണ്ടോ, നീ ഒന്നും കളിക്കണ്ടോ, നീ ഇങ്ങനെ കുത്തിരി. അവൻ ഒന്നാമതെ ഗൈസ് പുറത്ത് കിടന്ന് ജോലി ചെയ്യുന്നതാണ്. അവൻ ഒന്നാമത് ജോലിക്ക് പോയിട്ട് വന്നിട്ട് ആകെ കിട്ടുന്ന കുറച്ച് ടൈമിലാണ് അവൻ ഗെയിം കളിക്കുന്നത്. അപ്പൊ അവൻ ഇവിടെ വന്നിരിക്കുമ്പോൾ അവന് കൂടുതൽ ഇൻട്രസ്റ്റ് 5M കളിക്കാനാണ് അവന് കൂടുതൽ ഇൻട്രസ്റ്റ്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ കയറിയത്. എല്ലാരും കൂടി അവനെ മറ്റേ അവൻ പോയില്ല, നമ്മളെ വിട്ട് പോയിട്ടൊന്നും ഇല്ല അവൻ, മനസ്സിലായോ? അവൻ ഉണ്ട്.
അവൻ പറഞ്ഞതാണ് അണ്ണാ വരുമ്പോ ഗ്യാങ് ആവുമ്പോ അഥവാ എന്തെങ്കിലും ആവുമ്പോ അവൻ നമ്മളെ കൂടെ കാണുവണ്ണ പിന്നെ വേറെ ഗ്യാങ്ങിലൊന്നും കളിക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അത് പിന്നെ അതിനെപ്പറ്റി എന്തിനാണ് പറയണേ? ഇല്ല അടിക്കുക നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കില്ലേ? ഓക്കെ. കളർ കോംബോ റെഡ് ആൻഡ് ബ്ലാക്ക് ആൻഡ് യെസ് യെസ് കളർ കോംബോ ഒക്കെ ഇത് തന്നെ റെഡും ബ്ലാക്കും ഒക്കെ തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നത് അന്തേരിയാണെന്ന് തോന്നുന്നു. അവരെടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കളർ പാറ്റേൺ കിട്ടും. അവരെന്തോ നേരത്തെ എടുത്ത് അവരായോണ്ട് എടുത്തു വെച്ചോണ്ട് എന്തായാലും കിട്ടും. ലീഡർ ആയിരുന്നു എന്തൊരു ഡൗട്ട്. എടാ ഡാഡി, നീ നീ തായോളിന്ന് നീ വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. നീ ആ കമന്റിന്റെ അവിടെ വന്ന് നീ തായോളിന്ന് ഇട്ടേക്കണ ഞാൻ മെസ്സേജ് കണ്ട്. എടാ ഡാഡി, നീ ഇവിടെ ഇവിടെ കുണയ്ക്കാൻ വേണ്ടിയിട്ടാണോ നീ വന്നേക്കുന്നത്? നീ കുണയ്ക്കാൻ വേണ്ടി തന്നെയാണ് വന്നേക്കണം. അതുകൊണ്ടാണ് നീ വന്നിട്ട് ഇവിടെ വന്ന് ലീഡർ ആയിരുന്നു ചോദിക്കുന്നത്. മനസ്സിലായോ? നീ ഇവിടെ വരണ്ട, നീ കാണണ്ട, കുണയ്ക്കണ്ട, നീ പൊക്കോ. വെറുതെ എന്തിനാണ്? വെറുതെ എന്തിനാണ്? എടാ ഞാൻ ഇവനെ കണ്ടറായി. ഞാൻ മറ്റേ വീഡിയോ കാണാൻ വേണ്ടി റിയാക്ഷൻ കാണാൻ വന്നപ്പോ ഞാൻ അവിടെ വന്ന് വായിട്ടപ്പോ താഴെ വന്നിട്ട് തായോളിന്ന് വിളിച്ചവനാണ് അവൻ. ഇവനൊക്കെ ഉണ്ടല്ലേ പല എന്റെ പഴയ സ്വഭാവം വെട്ടി തൊലച്ചനെ ഞാൻ. മനസ്സിലായ? വെട്ടിയാണ് വെട്ടി തൊലകി ഞാൻ. എന്നെ കൊണ്ട് എടുപ്പിക്കരുത് ഒന്നും. ഗൈസ് നിങ്ങൾ ഇത്ര വിളിച്ചിൽ രണ്ടുപേർക്ക് ഇപ്പൊ ലൈക്ക് നിങ്ങൾക്ക് ആരെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക, ഇത് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കിടന്ന് ഹേറ്റ് ഉണ്ടാക്കാതിരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായി? അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വെറുതെ ഇപ്പൊ ഒരു പ്രശ്നമില്ലാതെ ഹാപ്പി ആയിട്ടാണ് രണ്ട് സൈഡും പോകുന്നത്. വെറുതെ കിടന്ന് ചൊറിയാനും വരാതെ നിങ്ങൾ എന്റർടൈൻമെന്റ് ചെയ്യാതെ നിങ്ങൾക്ക് ലൈക്ക് എന്റർടൈൻമെന്റ് ആവുക. അത്രേ ഉള്ളൂ. സിമ്പിൾ. മനസ്സിലായി? നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യുക. അത്രേ ഉള്ളൂ. നമ്മൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ലല്ലോ, അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ് ഷോർട്ട് ഷോർട്ട് ഡയോസ് എന്നാണ് ഗൈസ്. അപ്പോൾ അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡൈ ഓർ സലണ്ടർ എന്നാണ്. പിന്നെ എല്ലാവരും ഡിയോസ് അങ്ങനെയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഡയോസ് എന്നാണ് കറക്റ്റാ പറയുന്നത്. ഡയോസ് എന്ന്. ഇത് എങ്ങനെയാണ് ഇതിനെ പറ്റിയിട്ടുള്ളതൊക്കെ നാളെ നമുക്ക് വിശദീകരിച്ച് RPയിൽ തന്നെ സെറ്റാക്കാം. ഓക്കെ, നാളെ എല്ലാം സെറ്റാണ്. നാളെ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് RP കാര്യങ്ങൾ. ഇന്നുണ്ട് RP, ഞാൻ ഇന്ന് കയറും. പക്ഷെ അതിന് മുമ്പേ നമുക്ക് ഗ്യാങ് കാര്യങ്ങളൊക്കെ സ്ലോട്ട് ഇടണം, ഗ്യാങ് സ്ലോട്ട് ഇടണം. അപ്പൊ കളേഴ്സ് ഇടണം. അത് ഇപ്പൊ തന്നെ ഇവിടെ നിന്നാണ് തുടങ്ങണം. ആ വീഡിയോ ഇന്നലെ രാത്രിയാണ് ഗൈസ് കാണുന്നത്. നമ്മള് വീഡിയോ അവനാണ് ചെയ്തത്. സുനിമോനായിരുന്നു കുത്തിയിരുന്ന് ചെയ്തിട്ട് ഇന്നലെ രാത്രി നമുക്ക് വിളിച്ചിരുത്തി കാണിച്ച്. സത്യം പറഞ്ഞാൽ കുറച്ച് കരഞ്ഞ്. എല്ലാരും കുറെ വിഷമമായി കണ്ടപ്പോ. പിന്നെ എന്തോ ലൈക്ക് പിന്നെ ഒരു ഉണർവ് വന്നു എല്ലാവർക്കും. ഒരു ഓക്കെ. അതുവരെ എല്ലാരും ചത്ത് കുത്തിയിരിക്കും. സീരിയസ്ലി പറഞ്ഞ ചത്ത് കുത്തി എന്തെങ്കിലും ചെയ്യാന്ന് പറയടാ. RP കളിക്കടാ സിറ്റി അണ്ണ അത് അവിടെ അത് അണ്ണ അല്ലെങ്കിൽ അണ്ണ ഇത് അണ്ണ. ഓരോരുത്തരും കെഞ്ചി വിളിക്കണം. മനസ്സിലായി? ഓരോ ദിവസം. പക്ഷെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു, എല്ലാരും ഇപ്പൊ നോക്കിയാലും VC കാണും എല്ലാരും. മനസ്സിലായോ? എല്ലാരും വന്ന് VCയിൽ എല്ലാം ആക്റ്റീവ്, കട്ട ആക്റ്റീവ്. ഓ നോക്കി പിരിക്കും അണ്ണ എപ്പൊ കേറല്ലേ. ഞാൻ നോക്കിയപ്പോ സ്റ്റീവൊക്കെ കേറത്ത് പോലും ഇല്ല. വിളിച്ചാൽ പോലും മറ്റേ ഫോട്ടോ അയച്ചു തരും. വേറെ എവിടെയെങ്കിലും അടുക്കള അണ്ണാ ഞാൻ ബിസിയാണ് അണ്ണാ, ഞാൻ ഹോസ്പിറ്റലിലാണെന്ന്. ഞാൻ നോക്കിയപ്പോ ഇന്ന് നോക്കിയപ്പോ സിറ്റിക്കകത്ത് ആള് വണ്ടിയൊക്കെ വെച്ച് അണ്ണാ വണ്ടിയൊക്കെ കിട്ടുന്നത് എല്ലാം സെറ്റാക്കി വെച്ചേക്കണം. ആള് സിറ്റി ഫുൾ ആക്റ്റീവ്. എന്തരേ വീഡിയോ സുനിമോനെ എന്തിനു ചെയ്ത് വെച്ചേക്കണ? ഒന്നും പറയില്ല സുനിമോനെ. സുനിമോൻ വേറൊരു കേസ് കാണുന്ന കേസ്. വീഡിയോ ചെയ്യണ മുമ്പേ അവൻ പറയണം, അണ്ണാ ഞാൻ കുറെ ദിവസമായിട്ടാണ് ആ വീഡിയോ ഒക്കെ ചെയ്യാൻ പോണേ. ഞാൻ ലൈക്ക് എന്തോന്ന് ഞാൻ ഇത് എന്റെ പഴയ പോലെ ഒന്നും എന്നെ ഒന്ന് പ്രതീക്ഷിക്കരുത്. മനസ്സിലായ? പഴയ പോലെ ഒന്നും എന്നെ ആ വീഡിയോയിലൊന്നും പ്രതീക്ഷിക്കില്ല. ഞാൻ അതൊക്കെ പണ്ടായിരുന്നാണ്. ഇനിയിപ്പോ ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ എനിക്കറിയാം. ഞാൻ പറയടാ നീ നിന്റെ രീതിയിൽ ചെയ്തോടാ. അതൊക്കെ മനസ്സിലാവും. അറിയാം നീ കുറെ ദിവസമായി നീ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്തൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വീഡിയോ കണ്ടപ്പോ എന്റെ മൈൻഡ് പോയി ഫുള്ള്. എന്നുവെച്ചാ മൈൻഡ് എന്നല്ലേ നമ്മളെ എന്താ പറയണ്ടേ, ഞാനൊക്കെ ഇരുന്ന് ഒരുമാതിരി എനിക്ക് കരച്ചിൽ വന്നു. തിരിച്ചു പറയാം, കരഞ്ഞു പോയി ഞാൻ. സത്യം സുനിമോനെ, അത് ഒരിക്കലും എത്ര വർഷം നീ എഡിറ്റ് ചെയ്യാതിരുന്നാലും നിന്റെ വീഡിയോക്ക് നീ ഒരു വീഡിയോ ചെയ്യുമ്പോ അത് ആ ഒരു ഫീലിംഗ് അത് ഇനി എത്രക്ക് നീ ബ്രേക്ക് എടുത്താലും അത് കിട്ടോടാ. അതൊരിക്കലും നിന്റെ കൈവിട്ട് പോവില്ല. അത് ബ്ലഡ് ലൈനിലുള്ളതാണ്. അത് ഒരിക്കലും പോകത്തില്ല സുനിമോനെ. അത് അങ്ങനെയാണ് കുട്ടാ. സോ ഇത്രേ ഉള്ളു ഗൈസ്. നമ്മൾ ഇറങ്ങിയ വരെ ഉള്ളൂ. ബാക്കി ഇനി ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായത്?
ഇപ്പൊ കുറച്ച് പേരൊക്കെ വന്ന് സ്ലോട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കൊടുക്കുന്നില്ല. എന്താണെന്നുള്ള രീതിയിൽ വഴിയെ അറിയും ഗൈസ്. ആരൊക്കെ ഉണ്ട്, ആരൊക്കെ കൂടെ ഇല്ല എന്നൊക്കെ വഴിയെ അറിയും. ഇപ്പൊ നമ്മൾ എന്തായാലും ഇറങ്ങിയവരാണ് ഗ്യാങ് സ്ലോട്ടിലും പേര് കൊടുക്കുന്നത്. ഇനി ഗാങ്ങിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. ആ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ചെന്നിട്ട് ആരെയും ലൈക്ക് അങ്ങോട്ട് ചെന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് വന്ന് ചോദിച്ചവരുണ്ട്, വന്ന് പറഞ്ഞവരുണ്ട്. നമ്മൾ നോക്കി ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും വരുന്ന ദിവസങ്ങളിൽ അത് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാനിന്ന് ജസ്റ്റ് വി സി പോവാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു മിനിറ്റ്, ഞാൻ എല്ലാവരും ലൈക്ക് അടിക്കണേ. അതൊക്കെ അത്രേ ഉള്ളൂ.